സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ വായിച്ച 4 ഇംഗ്ലീഷ് വാർത്തകളാണ്. ദ ഹിന്ദു എന്ന പത്രത്തിലാണ് ഞാനിത് വായിച്ചത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ന്യൂസ് ഇംഗ്ലീഷിനെ പറ്റി 2 പാഠങ്ങൾ ചെയ്തതാണ്, 232ഉം 233. എന്താണ് നമ്മൾ ചെയ്തത്? ന്യൂസ് ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാകാത്തതിൻ്റെ കാരണം എന്താണ്, പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന ടെൻസുകൾ, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചാണ്. പലപ്പോഴും നമ്മൾ ന്യൂസ് ഇംഗ്ലീഷ് ആയിരിക്കത്തില്ല സംസാരിക്കുന്ന ഇംഗ്ലീഷ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ ഇന്ന് വായിച്ച 4 വാർത്തകൾ നമുക്ക് ശ്രദ്ധിക്കാം. PM മോദി ടു റിവ്യൂ കോവിഡ് സ്റ്റാറ്റസ് ഇൻ 7 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓൺ സെപ്റ്റംബർ 23. ഇവിടെ പറഞ്ഞത് നരേന്ദ്രമോദി റിവ്യൂ ചെയ്യുന്ന, വിശകലനം ചെയ്യുക കോവിഡിൻ്റെ സ്ഥിതിഗതികൾ 7 സ്റ്റേറ്റിലെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലെ സെപ്റ്റംബർ 23 വിശകലനം ചെയ്യുന്നു എന്നാണ് ഈ വാർത്ത. അപ്പോൾ ഈ 7 സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസസ് ഉള്ളതെന്നുള്ളത് ഈ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാം. Prime Minister Narendra Modi will chair on Wednesday a virtual meeting with the chief ministers and health ministers of 7 states and union territories with high COVID-19 burden to review the status and the preparedness of the disease response and management, says a union government release. ഇത് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഒരു കുറിപ്പിനകത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നാണല്ലോ ഈ സെപ്റ്റംബർ 20. അപ്പോൾ ഇന്നാണ് സംഭവിക്കുന്നത്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ മോദി വിൽ ചെയർ എന്ന് പറഞ്ഞാൽ അധ്യക്ഷ സ്ഥാനം വഹിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺ വെനസ്ഡേ എ വെർച്വൽ മീറ്റിംഗ്. എന്താണ് ഈ വെർച്വൽ മീറ്റിംഗ്? അതായത് ഓൺലൈൻ മീറ്റിംഗ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആരുമായിട്ടാണ്? വിത്ത് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ദ ഹെൽത്ത് മിനിസ്റ്റേഴ്സ്, മുഖ്യമന്ത്രിമാരും അതുപോലെ ആരോഗ്യമന്ത്രിമാരുമായിട്ടുള്ള ഇവിടുത്തെ 7 സ്റ്റേറ്റിലെ 7 സ്റ്റേറ്റുകളിലെ അതുപോലെ യൂണിയൻ ടെറിട്ടറിയിലെ. അതിൻ്റെ പ്രത്യേകം എന്താണ്? വിത്ത് ഹൈ COVID-19 ബേർഡൻ. ഓക്കെ, കോവിഡിൻ്റെ ഏറ്റവും കൂടുതൽ ഉള്ളത്, ഇവിടെ ബേർഡൻ എന്ന് ഉദ്ദേശിച്ചത് ഭാരമാണ്, കോവിഡിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ളതെന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ടു റിവ്യൂ എന്താണ്? വിശകലനം ചെയ്യുക. സ്റ്റാറ്റസ് എന്താണ്? സ്ഥിതിഗതികൾ, അവിടെ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ്, കാര്യങ്ങളൊക്കെ എന്നാണ് അദ്ദേഹം വിശകലനം ചെയ്യുന്നത്. ആൻഡ് ദ പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ തയ്യാറെടുപ്പ് എന്നാണ് അർത്ഥം. ഓക്കെ, പുതിയൊരു വാക്കാണ് അല്ലേ, പഠിക്കുക. ഓഫ് ഡിസീസ് റെസ്പോൺസ്. ഓക്കെ, എന്താണ് ആ ഡിസീസ്, ആ രോഗത്തോടുള്ള നമ്മുടെ പ്രതികരണം, അതിനുള്ള തയ്യാറെടുപ്പുകൾ ആൻഡ് ദ മാനേജ്മെൻറ്റ്, നടത്തിപ്പ്, തയ്യാറെടുപ്പ് എന്തൊക്കെയാണെന്നാണ് അദ്ദേഹം വിശകലനം ചെയ്യുന്നത്. സെയ്സ് എ യൂണിയൻ ഗവൺമെൻറ് റിലീസ്. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഒരു കുറിപ്പിനകത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം. PM മോദി ടു റിവ്യൂ COVID-19 status in 7 states and union territories on September 23. Prime Minister Narendra Modi will chair on Wednesday a virtual meeting with the chief ministers and health ministers of 7 states and union territories with high COVID-19 burden to review the status of preparedness of disease response and management, says the union government release. അടുത്ത വാർത്ത നോക്കാം. Farm bills amid protest, Kharif crops ripen. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഫാം ബില്ലിനെ പറ്റിയാണ്. ഈയിടെ ഒരു ബില്ല് നമ്മൾ പാസ്സാക്കിയല്ലേ, ഒരു കൃഷിയുടെ സംബന്ധിച്ചുള്ള ഒരു ബില്ല് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കി. അതിനെതിരെ ഒരുപാട് പ്രൊട്ടസ്റ്റുകളുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്. അമിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മധ്യേ, ഈ പ്രൊട്ടസ്റ്റിനൊക്കെ മധ്യേ തന്നെ ഖരീഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ഈ അരി പോലുള്ള മൺസൂൺ കാലത്ത്, ഈ മഴക്കാലത്തുണ്ടാകുന്ന ധാന്യങ്ങളുടെ വിളവിനെയാണ് ഈ ഖരീഫ് ക്രോപ്സ് എന്ന് പറയുന്നത്. റൈപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂക്കുക, പാകമാകുക എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അടുത്ത് മൂത്ത് കഴിഞ്ഞു, റെഡിയായി. ഓക്കെ, അപ്പോഴെന്താണ്? അതിപ്പോൾ മാർക്കറ്റിലേക്ക് വരും, അതാണ് അവിടെ പറയുന്നു. As the furore over the farm bills moves out of the parliament and continues on the street with ongoing farmer protests, major kharif crops are set to come to the market in a few weeks. As the furore എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാട് എന്നുള്ളതാണ്. ഒച്ചപ്പാട് ഓവർ എന്തിനോ എതിരെയുള്ള ഒച്ചപ്പാടാണ്. ഫാം ബിൽസിന് ഒരു കൃഷി ബില്ല് പാസ്സാക്കി അല്ലേ, മൂവ്സ് ഔട്ട് ഓഫ് ദ പാർലമെന്റ്. ഒക്കെ എന്താണ് അത്? പാർലമെന്റിൽ നിന്നും വെളിയിലായി, പാർലമെന്റിൽ പാസ്സായി, അല്ലെങ്കിൽ അതിൽ നിന്നും വെളിയിലേക്ക് വരികയാണ്. പക്ഷേ എന്താണ്? സ്ട്രീറ്റില്, തെരുവുകളിൽ അതിനെതിരെയുള്ള ഒച്ചപ്പാടുകളും പ്രതിഷേധങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ആ സമയത്ത് തന്നെ എന്താണ് സംഭവിക്കുന്നത്? മേജർ ഖരീഫ് ക്രോപ്സ് ആയിട്ടുള്ള അരി കാര്യങ്ങളെല്ലാം മൂത്തു റെഡിയായി, അതെല്ലാം മാർക്കറ്റിലേക്ക് വരികയാണ്. ഇൻ എ ഫ്യൂ വീക്സ്, 1-2 ആഴ്ചക്കുള്ളിൽ അത് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫാം ബിൽസ് അമിഡ് പ്രൊട്ടസ്റ്റ്, ഖരീഫ് ക്രോപ്സ് റൈപ്പൻ. As the furore over the farm bills moves out of the parliament and continues on the streets with ongoing farmer protests, major kharif crops are set to market in a few weeks. Farm bills amid protest, kharif crops ripen. As the furore over the farm bills moves out of the parliament and continues on the streets with ongoing farmer protests,
major kharif crops are set to come to the market in a few weeks. ഇനി മറ്റ് കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. കൊറോണ വൈറസ് നീതി ആയോഗ് മെമ്പർ VK Pauls warns of infection spread during festival season crowding. ഓക്കെ, ഈ VK Paul നീതി ആയോഗിൻ്റെ ഒരു മെമ്പറായിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇൻഫെക്ഷൻസ് പടരാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴാണ്? ഈ ഫെസ്റ്റിവൽ സീസണിൽ നമ്മുടെ ആഘോഷങ്ങളൊക്കെ വരികയാണല്ലോ, ആ സമയത്ത് ജനക്കൂട്ടം വരും. അപ്പോൾ ഈ കൊറോണ വൈറസ് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനെതിരെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഇനി വാർത്ത വായിക്കാം. നീതി ആയോഗ് മെമ്പർ ഹെൽത്ത് VK Paul on Tuesday warned that India could see an explosion of coronavirus cases during the festival season, which starts next month, if people do not follow COVID-appropriate behavior. He added that until a vaccine is found, wearing a mask, following social distancing norms, etc. is the best safety mechanism against the virus. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഈ നീതി ആയോഗ് മെമ്പറായിട്ടുള്ള VK Paul ട്യൂസ്ഡേയിൽ വാൺ ചെയ്തു എന്നാൽ ഇങ്ങനെ സാധ്യത നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ദാറ്റ് ഇന്ത്യ കുഡ് സി ആൻ എക്സ്പ്ലോഷൻ ഓഫ് കൊറോണ വൈറസ് കേസസ്. ഓക്കെ, എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ തോതിലല്ലേ വിസ്ഫോടനം ഉണ്ടാകും കൊറോണ വൈറസിൻ്റെ കേസസിൻ്റെ എന്നാണ് പറഞ്ഞത്. എപ്പോഴാണ്? ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ സീസൺ. ഓക്കെ, ആഘോഷത്തിൻ്റെ ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത്. അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വിച്ച് സ്റ്റാർട്ട്സ് നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം ആരംഭിക്കും. ഇഫ് പീപ്പിൾ ഡി നോട്ട് ഫോളോ കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, എന്ത് ചെയ്തില്ലെങ്കിലാണ് ഈ സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇഫ് പീപ്പിൾ ഡി നോട്ട് ഫോളോ, ആളുകൾ COVID-19 അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയർ, COVID-19 ചേർന്ന പ്രവർത്തനങ്ങൾ ചെയ്തില്ലെങ്കിൽ, അതെന്താണ് ആ പ്രവർത്തനങ്ങൾ? അദ്ദേഹം നമുക്കറിയാമല്ലോ എന്താണ്. മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, അതൊക്കെയാണ് അല്ലേ. അതൊക്കെ ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു ഈഫ് ക്ലോസ് വന്നിട്ടുണ്ടല്ലേ. ഹി ആഡഡ് ദാറ്റ്, അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. അൺടിൽ എ വാക്സിൻ ഇസ് ഫൗണ്ട്, വാക്സിൻ കണ്ടെത്തുന്നത് വരെ വെയറിങ് എ മാസ്ക് ധരിക്കുക, ഫോളോയിങ് സോഷ്യൽ ഡിസ്റ്റൻസിങ് നോംസ്. ഓക്കെ, എന്താണ്? സാമൂഹ്യ അകലം പാലിക്കുക. അതൊക്കെയാണ് ഈസ് ദ ബെസ്റ്റ് സേഫ്റ്റി മെക്കാനിസം. അതൊക്കെയാണ് നമ്മൾ സുരക്ഷിതരായിട്ടിരിക്കാനുള്ള ഏറ്റവും നല്ല രീതി. എന്തിനെതിരെ? വൈറസിനെതിരെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. കൊറോണ വൈറസ് നീതി ആയോഗ് മെമ്പർ VK Pauls warns of infection spread during festival season crowding. Niti Ayog member VK Paul on Tuesday warned that India could see an explosion of coronavirus cases during the festival season, which starts next month, if people do not follow COVID-appropriate behavior. He added that until a vaccine is found, wearing a mask, following social distancing norms, etc. is the best safety mechanism against the virus. മറ്റൊന്ന്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ചർച്ചകളല്ല, അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റിയാണ്. ഇന്ത്യ ചൈന എഗ്രി ടു സ്റ്റോപ്പ് സെൻഡിങ് മോർ ട്രൂപ്സ് ടു ഫ്രണ്ട് ലൈൻ. ഇന്ത്യയും ചൈനയും എഗ്രി ചെയ്തു, സമ്മതിച്ചു. എന്താണ്? കൂടുതൽ സൈനികരെ മുൻനിരയിലേക്ക്, അതിർത്തിയിലേക്ക് അയക്കുന്നത് നിർത്താമെന്ന് സമ്മതിച്ചു. In a joint statement issued on Tuesday on the 6th round of co-commanders talks, India and China said both sides had agreed to stop sending more troops to front line and refrain from unilaterally changing the situation on the ground, while agreeing to hold more talks to resolve the standoff. ഇവിടെ ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, രണ്ടുപേരും കൂടെ ഒന്നിച്ചിറക്കിയ ഒരു ഔദ്യോഗിക അറിയിപ്പ്. എപ്പോഴാണ്? ഓൺ ദ 6th റൗണ്ട് ഓഫ് കമാൻഡേഴ്സ് ടോക്സ്. ഓക്കെ, കമാൻഡർമാരുടെ, ഇവിടെ ശ്രദ്ധിക്കുക, കോർപ്സ് എന്നല്ല പറയുന്നത്, എന്നാണ് പറയുന്നത്. സൈനികരുടെ കമാൻഡേഴ്സിൻ്റെ ചർച്ചയിൽ എന്താണ്? ഇന്ത്യയും ചൈനയും എഗ്രി ചെയ്തു. ബോത്ത് സൈഡ്സ് ഹാഡ് എഗ്രീഡ്. എന്താണ് എഗ്രി ചെയ്തത്? സ്റ്റോപ്പ് സെൻഡിങ് മോർ ട്രൂപ്സ് ടു ദ ഫ്രണ്ട് ലൈൻ. ഓക്കെ, മുൻനിരയിലേക്ക്, അതിർത്തിയിലേക്ക് കൂടുതൽ സൈനികരെ അയക്കുന്നത് നിർത്താമെന്ന് സമ്മതിച്ചു. ആൻഡ് റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക, ഫ്രം യൂണിലാറ്ററലി ചേഞ്ചിങ് ദി സിറ്റുവേഷൻ. ഓക്കെ, യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നും മാറി നിൽക്കാം. ഓക്കെ, എന്താണ് അങ്ങനെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഇന്ത്യ കൂടുതൽ സൈനികരെ അയക്കുന്നു, അല്ലെങ്കിൽ ചൈന കൂടുതൽ സൈനികരെ അവർ അയക്കുന്നു, അപ്പോൾ അത് പ്രശ്നങ്ങൾ കൂടും അല്ലേ? ഓൺ ദി ഗ്രൗണ്ട്. ഓക്കെ, ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ആ അതിർത്തി പ്രദേശം, ആ സ്ഥലം എന്നാണ് ഉദ്ദേശിച്ചത്. വൈൽ, അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടെ എഗ്രി ചെയ്തു. വൈൽ എഗ്രീയിങ് ടു ഹോൾഡ് ചെയ്യുന്നത് നടത്തുക. മോർ ടോക്സ്, കൂടുതൽ ചർച്ചകൾ നടത്താം. എന്തിനു വേണ്ടി? ടു റിസോൾവ്, തർക്കം തീർക്കുന്നതിന് വേണ്ടി. ദ സ്റ്റാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനാണ് സ്റ്റാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ. ആ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി കൂടുതൽ ചർച്ചകൾ നടത്താമെന്ന് രണ്ടുപേരും എഗ്രി ചെയ്തു. ഇന്ത്യ ചൈന agreed to stop sending more troops to front line. In a joint statement issued on Tuesday on the 6th round of co-commander talks,
India and China said both sides had agreed to stop sending more troops to front line and refrain from unilaterally changing the situation on the ground, while agreeing to hold more talks to resolve the standoff. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് നാളെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.